ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആറ്റുമീൻ കറിയായിട്ടാണ് ഇന്ന് ഞങ്ങൾ നാത്തൂൻസ് എത്തിയിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് മൊരശാണ്. ചുണ്ടൊക്കെ നീണ്ട നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ളൊരു മീനാണ്. അപ്പം നമുക്ക് ആദ്യം ഇവനെ ഒന്ന് ശരിപ്പെടുത്തിയെടുക്കാം. അപ്പം മീൻ വെട്ടി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ മീൻകറി നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ അരമുറി തേങ്ങയൊന്ന് ചിരണ്ടി വെക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മീൻകറിയിൽ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഈ മാങ്ങയും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാം. മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ അരപ്പ് കൂടി ഇപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഒരു പച്ചമുളക് കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇടാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ആ തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർന്ന് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കറിയാണിത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റോളം മതിയാകും മീൻ വേവാനായിട്ട്. മീൻ വെന്ത് കഴിയുമ്പം അതിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കുറച്ച് കടുകും കുറച്ച് ചുമന്ന ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീനിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താളിച്ച് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻകറി റെഡി. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണിത്. ഉഗ്രൻ ടേസ്റ്റുമാണ്. അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾ നാത്തൂൻസ് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരേക്കും ബായ്.